ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു അനുഭവമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം നമ്മൾ നിറയെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ 1212 ഏഞ്ചൽ നമ്പർ. ഇതിനോടകം തന്നെ നിങ്ങളെല്ലാവരും കണ്ടു കാണും, കാരണം അത്രയ്ക്ക് ട്രെൻഡിങ് ആണ്. പല ഭാഷയിലും ഉണ്ട്, എല്ലാവർക്കും ഇത് വിശ്വാസമുണ്ട്. അപ്പം ഇത് ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ അവരുടെ അറിവിലേക്ക്, അല്ലെങ്കിൽ ഇത് ഞാൻ പറയുന്നത് എൻ്റെ ഒരു അനുഭവമാണ്. എനിക്ക് മറ്റുള്ളവരുടേത് എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് പേരുടെ അനുഭവത്തിൽ ഒരുപാട് പേര് പ്രാർത്ഥിച്ച് ഈ 1212 ഏഞ്ചൽ നമ്പറിലൂടെ ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങളൊക്കെ സാധിച്ചവരുടെ ഒത്തിരി വീഡിയോസൊക്കെ ഞാൻ കണ്ടു. അത് കണ്ടപ്പോഴാണ്, പക്ഷെ ആരും എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ സാധിച്ചെടുത്തതെന്ന് എവിടെയും മെൻഷൻ ചെയ്ത് ഞാൻ കണ്ടില്ല. ഞാൻ കണ്ട വീഡിയോസിലെല്ലാം പക്ഷെ ഒത്തിരി നല്ല കാര്യങ്ങൾ അവർക്ക് സാധിച്ചതായിട്ടും അവരുടെ വീഡിയോസ് എല്ലാം വൈറലായിട്ടും അതിൽ താഴെ വരുന്ന കമന്റ്സ് എല്ലാം ഞങ്ങളും ചെയ്തു നോക്കി, ഞങ്ങൾക്കും സാധിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾക്കും അങ്ങനെ ഒരു ആകാംക്ഷ ഉണ്ടല്ലോ, നമ്മൾക്കും ഇത് പ്രാർത്ഥിച്ചാൽ നടക്കും എന്നുള്ളത്. അങ്ങനെയാണല്ലോ നമുക്കൊരു കാര്യം നടക്കുന്നില്ല എന്ന് കാണുമ്പോഴല്ലേ അവസാനം നമ്മൾ ദൈവത്തോട് പോയിട്ട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നത്, നടക്കും എന്നുള്ളൊരു വിശ്വാസം. സോ ഇവിടെ സെയിം അത്ര തന്നെ വിശ്വാസിയാണ് ഞാനും. എന്ന് വെച്ചാൽ ഒരുപാട് അന്ധവിശ്വാസമല്ല, ദൈവവിശ്വാസിയാണ്. അപ്പൊ ഇതൊക്കെ കണ്ടപ്പം എനിക്കൊരു ആകാംക്ഷ, ഇത് കാണണം, ഇതെന്താണെന്ന് അറിയണം ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനെക്കുറിച്ച് പിന്നെ ആധികാരികമായിട്ട് ഈ ജ്യോതിഷം പ്രവചനം എന്നപോലെ ഉള്ള അങ്ങനത്തെ വീഡിയോസൊക്കെ കണ്ടപ്പം അത് ഞാൻ കൊള്ളാലോ, അവരുടെ ആ ഒരു പ്രവചനം കൂടി കണ്ടപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നടക്കാത്തൊരു കാര്യം എന്തായാലും സാധിക്കുന്നുള്ളതാണ്. അതൊരുപക്ഷെ നമുക്ക് ഇതുവരെ നടക്കാത്ത കല്യാണമായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതുവരെ കിട്ടാത്ത ഒരു കടം നമ്മുടെ ഇന്ന് ആരെങ്കിലും എപ്പോഴേക്കോ പറ്റിച്ചിട്ട് പോയതോ, അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിട്ട് നമുക്ക് കിട്ടാതായതോ, അല്ലെങ്കിൽ നമ്മുടെ ഗോൾഡ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നു എന്ന് പറയുന്ന നിമിഷത്തിൽ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റാതെ, ഇപ്പൊ ഗോൾഡിനൊക്കെ എന്താ റേറ്റ്, അങ്ങനെയൊക്കെ നമ്മൾക്ക് ഇതുവരെ സാധിക്കാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മൾ ഭഗവാനോട് മുട്ടിപ്പായിട്ട്, നമ്മൾ ഏത് ദൈവത്തിനോടാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ ഇഷ്ടദൈവം ഏതാണോ ആ ഭഗവാനെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ 1212 കയ്യിൽ എഴുതിയിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നടക്കും എന്നുള്ളതാണ് കണ്ടത്. സോ അപ്പോൾ എനിക്കും അതിനെക്കുറിച്ചിട്ട് ഒന്ന് പ്രാർത്ഥിച്ച് ഒരു കാര്യം സാധിക്കണം എന്നുണ്ടായിരുന്നു. അപ്പം അതാണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്, എൻ്റെ അനുഭവം ആണ് ഞാൻ നിങ്ങളുമായിട്ട് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ആരും സ്കിപ്പ് ചെയ്ത് കാണണം. ഇനി 1212 എങ്ങനെ എഴുതണം എന്തൊക്കെയാണെന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പം എൻ്റെ അനുഭവമാണ്. അപ്പം എൻ്റെ അനുഭവത്തിൽ എന്ത് നടന്നു എന്നുള്ളതും കൂടെ വേണ്ടേ. ഇനി ഞാൻ 1212നെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇത് നിങ്ങൾക്ക് ഇതുപോലെ ഏഞ്ചൽ നമ്പർ കയ്യിൽ എഴുതിയിട്ട് പ്രാർത്ഥിച്ചൊരു കാര്യം സാധിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്തിരിക്കണം, പ്രാർത്ഥിക്കണം. ഇത് സാധിച്ച 1212ലൂടെ നിങ്ങൾ പ്രാർത്ഥിച്ച കാര്യം നടന്നവർ ഇത് കാണുവാണെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം ഈ വീഡിയോയ്ക്ക് താഴെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം 1212. പക്ഷെ ഞാൻ എൻ്റെ അനുഭവം ഇവിടെ കുറിക്കുന്നു. ഇനി 1212 അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പ്രവചനത്തിലൂടെ ഞാൻ കേട്ട കാര്യം ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 7 മണിയാണ് ഇതിൻ്റെ ടൈം. അതിലെപ്പോൾ വേണമെങ്കിലും നമ്മൾക്ക് ഈ 1212 എഴുതാം. അപ്പം നമ്മുടെ ഇടത് കയ്യിലും ഞാൻ കാണിച്ചു തരാം, നീല മഷിയും പച്ച മഷിയും മാത്രമേ ഉപയോഗിക്കാൻ പറ്റില്ല. അതിലേതെങ്കിലും ഒരു മഷി, കറുത്ത മഷി ഒരിക്കലും ഉപയോഗിക്കരുത്. അപ്പോൾ ഈ 1212 നമ്മുടെ ഇടത് കയ്യിൽ മോതിര വിരലുണ്ടല്ലോ, മോതിര വിരലിലാണ് എഴുതേണ്ടത്. മോതിരം ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്തോട്ട് എഴുതിയാലും മതി. 1212 കട്ടിക്ക് അങ്ങ് എഴുതി വയ്ക്കുക. കാരണം അതിനൊരു നിശ്ചിത ടൈം വരത്തേക്കും മാഞ്ഞു പോകരുത്, അതാണ് സംഭവം. അപ്പം ഇതാണ്ടോ, അത് 2 ആണ് കേട്ടോ. 1212 കാണുന്നുണ്ടോ കൃത്യമായിട്ട്? ഇതുപോലെ 1212 എഴുതാം. നമ്മൾ ഒരു രാവിലെ 6 മണിക്ക് ശേഷം 7 മണി വരെയുള്ള ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ നിശ്ചയിച്ച് നമ്മളുടെ ഇഷ്ട ഭഗവാൻ, നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്ന ഭഗവാനെ വിളിക്കുന്നു. നമ്മൾക്ക് ഇതുവരെ നടക്കാത്തൊരു കാര്യം എന്താണോ അത് നടത്തി തരണേ ഭഗവാനെ എന്ന് പറഞ്ഞ് നമ്മൾ 1212 എഴുതുന്നു. കുറച്ചു നേരം നമ്മളത് പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂറോളം നമ്മുടെ ഈ എഴുതിയത് മഷി മായരുത് എന്നവർ നിർബന്ധമായിട്ടും പറയുന്നുണ്ട്. അപ്പം മായരുത് എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പം ലേഡീസൊക്കെ ആണെങ്കിൽ ഇപ്പം അടുക്കളയിൽ എന്തെങ്കിലും പണിയൊക്കെ എടുക്കുകയാണെങ്കിൽ അത് മാഞ്ഞു. അപ്പം അവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്തെങ്കിലും ഈ കൈ കൊണ്ട് പണി ചെയ്യുവാണെങ്കിൽ അത് മാഞ്ഞു പോകാനുള്ള സാധ്യത. അപ്പം ഒന്ന് കട്ടിക്ക് എഴുതിയാൽ മതി, അല്ലെങ്കിൽ അരമണിക്കൂറോളം ഒന്നും ചെയ്യാതിരുന്നാൽ മതി. കാരണം അതിൽ പറയുന്ന പോലെ നമ്മൾ ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ, അതുപോലെയാണ് അവർ പറയുന്നത്, നമ്മളത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ കറുത്ത മഷി ഒരിക്കലും ഉപയോഗിക്കരുത്.
എന്നിട്ട് കുറച്ച് നേരം ഒരു 10 മിനിറ്റോളം നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക, അരമണിക്കൂറോളം ഇത് കയ്യിൽ സൂക്ഷിക്കുകയും വേണം. അതിനുശേഷം പോയാലും കുഴപ്പമില്ല. അങ്ങനെ 21 ദിവസമാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. 21 ദിവസം ആകുമ്പോഴത്തേക്കും ചിലവർക്ക് 2-3 ദിവസം കൊണ്ട് ഈ ഏഞ്ചൽ നമ്പർ എഴുതി പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കാത്ത കാര്യങ്ങൾ, ഇതുവരെ കിട്ടില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ സാധിച്ചു എന്ന് പറയുന്ന വീഡിയോ കണ്ടു. ചില വീഡിയോസിൽ പറയുന്ന ഒറ്റ തവണ എഴുതി പ്രാർത്ഥിച്ചാൽ മതി കാര്യം നടക്കും എന്നുള്ളതാണ്. പക്ഷെ ഞാൻ കണ്ടതിലെല്ലാം 21 ദിവസം പറയുന്നുണ്ട്. സോ നിങ്ങൾ എന്തായാലും 21 ദിവസത്തേക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. 21 ദിവസം പൂർത്തിയാക്കണം. ഇനിയിപ്പം ലേഡീസിനൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് പീരിയഡ്സ് ഒക്കെ വരുമ്പം ഇത് അതിനെ ബാധിക്കുമോ എന്നുള്ള സംശയങ്ങളാണെങ്കിൽ ഇത് അതിനൊന്നും ബാധിക്കുന്നില്ല. 21 ദിവസം നമ്മൾ മറക്കാതെ മുടങ്ങാതെ ആ കൃത്യമായിട്ട് ഏത് ടൈമാണോ തിരഞ്ഞെടുക്കുന്നത് ആ ടൈമിൽ ഇത് ചെയ്ത് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. അത്ര മാത്രമേ ഉള്ളൂ. 21 ദിവസം ആകുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ഇതുവരെ ലൈഫിൽ സാധിക്കില്ല എന്ന് പറഞ്ഞ കാര്യമാണോ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് പേരുടെ വീഡിയോസിലും അങ്ങനെ ഒക്കെ തന്നെയാണ് കണ്ടത്. അപ്പം ഞാനും ഇതുപോലെ ഇങ്ങനെ എഴുതി 12 എഴുതി പ്രാർത്ഥിച്ചു. 4-5 ദിവസമൊക്കെ എനിക്ക് വലിയ കുഴപ്പമില്ലാതെ പോയി. പിന്നെ ഇപ്പം ഈ അടുത്ത കാലാവസ്ഥ മാറിയപ്പം ഈ കാറ്റും മഴയും അങ്ങനെ അതെല്ലാം വന്നു, പവർ കട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ തിരഞ്ഞെടുത്ത സമയം ഈ സന്ധ്യയ്ക്ക് വിളക്ക് വെക്കുന്ന സമയമായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഇരുന്ന് ഇതുപോലെ എഴുതി ഒന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ വലിയ എനിക്ക് കിട്ടാത്തതായിട്ടൊന്നും ഞാൻ തിരഞ്ഞെടുത്തില്ല. ഏറ്റവും സിമ്പിളായിട്ട് നടക്കണം എന്നുള്ളത് ആണ് ഞാൻ തിരഞ്ഞെടുത്തത്. പക്ഷെ എന്താ പറയുക, പ്രകൃതിയല്ലേ, കാലാവസ്ഥ ഒന്ന് മാറി മറിഞ്ഞതുകൊണ്ട് ഈ കാറ്റും മഴയും അങ്ങനെ സിറ്റുവേഷനൊക്കെ മാറി മറിഞ്ഞപ്പം എനിക്ക് 2-3 ദിവസം വേറെ വേറെ സിറ്റുവേഷൻ കൊണ്ട് എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അതങ്ങനെ വന്നു. അങ്ങനെ വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ വിശ്വാസിയാണ്, പക്ഷെ അന്ധവിശ്വാസമല്ല. പക്ഷെ ഇങ്ങനെ നമുക്കൊരു തടസ്സം വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഒന്നേന്ന് തുടങ്ങണം. അപ്പം ആ ഒന്നേന്ന് തുടങ്ങി 21 ദിവസം തന്നെ കംപ്ലീറ്റ് ചെയ്യണം. ഈ 21 ദിവസം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലേ കിട്ടുള്ളൂ എന്നുള്ളതല്ല. 21 ദിവസത്തിനിടയ്ക്ക് 1 ദിവസം 2 ദിവസം 3 ദിവസം കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിച്ച് നടക്കും എന്നുള്ളതാണ്. അപ്പം എനിക്ക് രണ്ടാമതിനി ഒന്നേന്ന് തുടങ്ങി 21 ദിവസത്തിലേക്ക് എന്ന് പോകാനുള്ള ഒരു സാഹചര്യം വന്നില്ല. അതിനിടയ്ക്ക് കുടുംബത്തിൽ വേറെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ട് ഇനി ആ ഒരു സമയത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണം. കാരണം ഒരു പ്രാർത്ഥിക്കാൻ പോയിട്ട് ചിലപ്പോൾ നമ്മൾ തിരക്കിലായിരിക്കും അല്ലെങ്കിൽ പുറത്തായിരിക്കും, അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങൾ. അപ്പം എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. അതിനർത്ഥം ഞാൻ അത് പ്രാർത്ഥിച്ചപ്പോൾ കുറേ തടസ്സങ്ങളാണ് വന്നത്. അതെന്താണെന്നുള്ളത് എനിക്കറിയില്ല. അപ്പം എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഞാൻ 5 ദിവസമാണ് ഞാനിത് പ്രാർത്ഥിച്ചത്. അതിൽ എനിക്കൊരു തടസ്സം വരികയും പിന്നെ ഞാൻ പ്രാർത്ഥിച്ച് സാധിക്കണം എന്ന് വിചാരിച്ചെടുത്ത് ആ ഒരു സംഭവത്തിൽ തന്നെ എനിക്കൊരു പ്രശ്നമുണ്ടാവുകയും ചെയ്തു. ഇതൊക്കെ ആ ഒരു പ്രശ്നം ഉണ്ടായത് പ്രശ്നമൊന്നുമല്ല, വലുതായിട്ടൊന്നും പറയാനില്ല. പക്ഷെ നമുക്കൊരു ചെറിയൊരു കാര്യം വന്നു കഴിഞ്ഞാൽ ചിലത് നമുക്ക് മാനസികമായിട്ട് ഒന്ന് ഫീൽ ചെയ്യൂലേ, അത്രയേ ഉള്ളൂ, സിമ്പിൾ, അത്രയേ ഉള്ളൂ. അങ്ങനെയൊക്കെ വന്നപ്പം ഞാൻ പിന്നെ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകാം. അതായത് ദൈവം ആയുസ്സും ആരോഗ്യവും ഒക്കെ തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുക. ദൈവത്തിനോട് എന്തായാലും വിശ്വാസമുണ്ട്, ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥനയിലെല്ലാം നമ്മൾ കഷ്ടപ്പാടില്ലാതെ നമ്മൾ നടക്കുന്ന കാര്യങ്ങളെല്ലാം നന്നായിട്ട് നടത്തി തരണേ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. അതിലൊന്നും ഒരു കുറവില്ല. പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഈശ്വര വിശ്വാസിയുമാണ്. അപ്പം അതുകൊണ്ട് ഇനി അങ്ങനെ പോട്ടെ എന്ന് തന്നെ വിചാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്ത് പ്രാർത്ഥിച്ചു എന്നുള്ളത് ഇനി ഇവിടെ പ്രസക്തി ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിയുന്നില്ല. പക്ഷെ ഞാൻ എന്ത് സാധിക്കണം എന്ന് വിചാരിച്ചോ അതിലേ എനിക്കൊരു തടസ്സം വന്നു. മീൻസ് അല്ലാത്തൊരു മാനസിക വിഷമം തരുന്ന ഒരു രീതിയിലായിരുന്നു. ഞാൻ നടക്കണം, എനിക്ക് നേടണം എന്ന് വിചാരിച്ച ആ 21 ദിവസം ആകുമ്പോഴത്തേക്കും ഞാനൊരു ടാർഗറ്റ് വെച്ചിട്ട് ഒരു ചെറിയൊരു സംഭവം നേടണം എന്ന് വിചാരിച്ച ആ ഒരു പോയിന്റിൽ ഒരു വിഷയം ഉണ്ടായത്. പിന്നെ ഈ കണ്ട തടസ്സങ്ങളും അപ്പം ഞാൻ കണക്കാക്കി
ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നതിൽ ഭാഗ്യമില്ലാത്ത കുറച്ച് പേരുണ്ടാകുമല്ലോ, ആ ഭാഗ്യ ലിസ്റ്റിലുള്ള ആളായിരിക്കും ഞാൻ എന്നുള്ളതാണ്. നമുക്ക് എന്തെങ്കിലും കാരണത്താൽ അത് മുടങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ഒന്നിൽ നിന്ന് തുടങ്ങിയാൽ അത് ഫലിക്കും എന്നുള്ളതാണ്. പക്ഷെ രണ്ടാമത് ഞാനത് തുടങ്ങിയില്ല. തുടങ്ങണമെന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാൻ തുടങ്ങാതിരുന്നത് ഇപ്പം പിന്നെ അതിന് വേറൊരു കാരണം ഉണ്ടായി. നമ്മുടെ എൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ വാസ്തു നോക്കാനായിട്ട് വന്നു. ഈ ഗ്യാപ്പിൽ തന്നെ കുറച്ച് മഴ നിന്നപ്പം വാസ്തു നോക്കാനായിട്ട് വന്നു. അപ്പോൾ വാസ്തു നോക്കിയിട്ട് ചില മാറ്റങ്ങൾ ആ വീട്ടിന് കൊണ്ടുവരേണ്ടതായിട്ട് കാര്യങ്ങളും ചെറുതൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. അത് നമുക്ക് കുറച്ച് നമ്മൾ ഇരിക്കുന്ന ഭവനത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളത് നോക്കാറുണ്ടല്ലോ. അപ്പോൾ അത് കുറേ വർഷങ്ങളായിട്ടുള്ള വീടാണ്. അപ്പം അതങ്ങനെ നോക്കിയപ്പോൾ ആ മാറ്റങ്ങൾ പറഞ്ഞു. പക്ഷെ എനിക്ക് ആ വാസ്തു പറഞ്ഞ കുറേ കാര്യങ്ങൾ ഞാനത് കണക്ട് ചെയ്ത് ചിന്തിച്ചപ്പം ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയത്, ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഇതാരുടെയും വിശ്വാസങ്ങൾക്കോ വേറൊന്നിനും കുറവായിട്ടോ വേറൊന്നും ഞാൻ കാണുന്നില്ല. എൻ്റെ അനുഭവത്തിലാണ് ഞാൻ പറയുന്നത്. അതിൽ ആ വാസ്തു പറഞ്ഞത് വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് ആയുസ്സും ആരോഗ്യവും ചിന്തിക്കാനുള്ളൊരു ശേഷിയും എല്ലാം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ കൂടുതലും നമ്മളാണ് പ്രവർത്തിക്കേണ്ടത്. ദൈവമേ നമ്മൾക്ക് വേറൊരു കുഴപ്പവും വരുത്താതെ വേറൊരു അസുഖവും വരുത്താതെ ദൈവം നമ്മളെ കാത്ത് സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം നമ്മുടെ ആരോഗ്യം നമ്മുടെ ബുദ്ധിയും വിവരമൊക്കെ വെച്ചിട്ട് നമ്മൾ പ്രയത്നിച്ച് നേടിയെടുക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയതും എൻ്റെ ലൈഫിൻ്റെ ജേണി വെച്ച് നോക്കുമ്പോൾ എനിക്കുണ്ടായ അനുഭവങ്ങളും വെച്ചിട്ടും ഇതൊക്കെ സത്യമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. നമുക്കുണ്ടെങ്കിലേ ഉള്ളൂ, നമ്മൾ പ്രയത്നിച്ചാലേ ഉള്ളൂ, നമ്മൾ അധ്വാനിച്ചാലേ ഉള്ളൂ. വേറെ ആരും നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് തന്നിട്ടില്ല. ഇതൊരു പച്ചയായ സത്യം, തന്നിട്ടില്ല. അപ്പം അതിൽ ഇതുപോലെ പറയുന്നതാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട്. അതിൽ ശരിയാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട്. നമുക്ക് ചിന്തിക്കാനൊരു മനസ്സ്, നമുക്ക് ഒരു കുഴപ്പമില്ലാത്ത ഒരു ആരോഗ്യം തന്നു. ഇനി ബാക്കിയെല്ലാം നിന്റെ യുക്തിക്കനുസരിച്ച് നിന്റെ ശക്തിക്കനുസരിച്ച് അധ്വാനിച്ച് നേടുക എന്നുള്ളത്. ഈ സെൻറ്റൻസ് അല്ല വാസ്തു പറഞ്ഞത്. പക്ഷെ അവർക്കൊരു സ്ലാങ് ഉണ്ടല്ലോ, അതിലത് പറയുമ്പം അവരുടെ ആ ഒരു തത്വപ്രകാരം പറയുമ്പം നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന ഒന്നുണ്ടല്ലോ, അതിനനുസരിച്ചിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ ഞാൻ ഇതുവരെ നമ്മുടെ ലൈഫിൽ നടന്ന സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ കറക്റ്റാണ്, അത് ശരിയാണ്. അപ്പം ഞാനത് മനസ്സിലാക്കി. ഈ 1-2-1-2 എന്നുള്ളത് ഞാൻ രണ്ടാമത് കണ്ടിന്യൂ ചെയ്തില്ല. കാരണം അതിൽ നിന്ന് ഞാൻ പിൻവാങ്ങി. ഇനി ഒരുപാട് പേർക്ക്, അതായത് ചിലപ്പം ശുക്രദശ എന്നൊക്കെ പറയുന്നില്ലേ, എന്തെങ്കിലും ചെറുതായിട്ട് എല്ലാവർക്കും ഇപ്പോൾ ഒരു എക്സാമ്പിളിന് കുറേ ലോട്ടറി എടുക്കുന്നു, എല്ലാവർക്കും ഫസ്റ്റ് അടിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ എല്ലാവർക്കും അതിൽ പ്രൈസ് വീഴുന്നില്ലല്ലോ. പ്രൈസ് വീഴുന്ന ഒരുപാട് പേരുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള പ്രൈസ് വീഴുന്നവരൊക്കെ ഭാഗ്യശാലികളാണ്. അതിന് ഭാഗ്യം എന്നുള്ളതാണ്, അതിന് ചെറുത് വലുതെന്നുള്ള അല്ല, ഭാഗ്യം എന്നുള്ളതാണ്. അപ്പോൾ എടുത്തതിൽ എത്രയോ പേര് അടിക്കാത്തവരില്ലേ. അപ്പോൾ അടിക്കാത്തവരുടെ ഒരു ഗ്രൂപ്പിലേക്ക് ഞാൻ എന്നെ തന്നെ നോക്കി. ശരിയാണ്, നമുക്ക് 1-2-1-2 ഒരു പക്ഷേ ഇത്രയും തടസ്സങ്ങൾ വന്നത് ഇപ്പം എനിക്ക് ലെക്കുണ്ടായിരിക്കില്ല എന്നല്ല, ഒക്കെ അതിലാണ്. പക്ഷെ എത്രയോ പേർക്ക് നടക്കുന്നുണ്ട്. അപ്പം അവരുടെ ഒരു നല്ല ടൈം വരുമ്പോഴും നമ്മളെ പ്രാർത്ഥിക്കുമ്പോഴും ഒരു പക്ഷേ അവർക്ക് വന്ന് ചേരുന്നുണ്ടാവാം. എന്ന് വെച്ചാൽ ആ പ്രാർത്ഥിച്ച സമയത്ത് ഈ 1-2-1-2 ഏഞ്ചൽ നമ്പർ പ്രവർത്തിച്ചിട്ടുണ്ടാവും. ഒരു പോസിറ്റീവ് എനർജി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു പോസിറ്റീവ് എനർജി പ്രവർത്തിച്ചിട്ടുണ്ടാകാം. അപ്പോൾ ആ വിശ്വസിച്ച അല്ലെങ്കിൽ ഇഷ്ടദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് അവർ നടക്കാത്ത കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ടാവാം. പക്ഷെ അത് ഏതെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല, പറയാൻ അറിയില്ല. അപ്പം ഞാൻ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഈ 1-2-1-2 പ്രാർത്ഥിച്ച് നേടണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നടക്കാത്ത കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സാധിക്കണം എന്നുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം അത് ചെയ്ത് നോക്കുക. തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആരെയും വഴി പറയാനോ അല്ലെങ്കിൽ അവർക്കങ്ങനെ ഇവർക്കങ്ങനെ എന്നുള്ളത് പറയാനോ ആരും ആളല്ല. ദിവസവും ദൈവത്തെ വിളിക്കുന്നവർ എത്രയോ പേരുണ്ട്. പക്ഷേ ഒരു കുറച്ച് പേരുടെ കാര്യങ്ങൾ നടക്കും, കുറച്ച് പേരുടെ ദൈവം നിനക്ക് സാധിക്കും അല്ലെങ്കിൽ നീ തന്നെ കണ്ടെത്ത് എന്ന് പറയുന്നതൊക്കെ ഉണ്ടാവാം.
സോ ആ കൂട്ടത്തിലുള്ള ആളുകളാണ് നമ്മളൊക്കെ എങ്കിൽ നമ്മളെല്ലാം പ്രവർത്തിച്ച് നേടുക തന്നെ വേണം. അപ്പം എനിക്ക് കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടായി. ഇതെൻ്റെ ഒരു അനുഭവമാണ്. അപ്പം നിങ്ങൾ ആർക്കെങ്കിലും ഒരിക്കൽ കൂടി പറയണേ, ഈ 1 to 1 to എഴുതി എന്തെങ്കിലും സാധിക്കണം എന്നുള്ള ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 1 to 1 to ഈ മോതിര വിരൽ ഇതുപോലെ എഴുതുക. നീലയിലോ പച്ചയിലോ മഷിയിലോ എഴുതുക. രാവിലെ 6 മണി മുതൽ 7 മണി വരെയാണ് ടൈം. ഇതിനുള്ളിൽ ഏതെങ്കിലും ഒരു സമയം അരമണിക്കൂർ നിങ്ങൾ സെലക്ട് ചെയ്യും. നിങ്ങളുടെ ഇഷ്ടദേവനെ വിളിച്ച് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് മുറുകെ പിടിച്ച് സാധിച്ചു തരണേ എന്ന് പറഞ്ഞ് അങ്ങ് എഴുതുക. 10 മിനിറ്റോളം നിങ്ങൾ കുറച്ച് സമയം ദൈവത്തിനെ മാത്രം വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. അരമണിക്കൂർ ഈ മഷി മായാതെ നോക്കുക. അങ്ങനെ 21 ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ സാധിക്കട്ടെ. എന്തോ ഭാഗ്യം എന്നെ തുണിച്ചില്ല, എനിക്ക് തടസ്സങ്ങളാണ് വന്നത്. എൻ്റെ അനുഭവം ഞാനിവിടെ പറഞ്ഞു. എല്ലാവർക്കും അങ്ങനെയാണോ എന്നുള്ളത് എനിക്കറിയില്ല. ഓക്കെ, ഇത്ര നേരം വീഡിയോ കണ്ടതിന് നന്ദി. നിങ്ങളുടെ അഭിപ്രായം, ഇത് ലക്കി നമ്പർ ഈ ഏഞ്ചൽ നമ്പർ എഴുതി നിങ്ങളുടെ കാര്യങ്ങളെല്ലാം സാധിച്ച ആളുകൾ ഇത് കാണുന്നെങ്കിൽ നിങ്ങളുടെ ഒരു വരി കുറിപ്പ്, നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് താഴെ കമന്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റ് ഞാൻ താഴെ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. ആയിക്കട്ടെ.